അപ്പൊ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേതൃത്വം ഏകോപനം ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ ക്രെഡൻഷ്യൽ എന്താണ്? ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി അവിടെ ചാവേറായി മത്സരിച്ച് സ്വയം 3ാം സ്ഥാനത്തേക്ക് വന്നിട്ട് ബി.ജെ.പിയുടെ ചാൻസ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ വന്ന് ഇതേ മട്ടിൽ ബി.ജെ.പിയുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചാവേറായി മത്സരിച്ച എന്താ ചെയ്തത്? അദ്ദേഹം 3ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല ബി.ജെ.പി 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇതാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. അതായത് ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. UK പോയിട്ട് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വെച്ച് CPM അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് UN പാർലമെന്റിന്റെ UK പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു. ശ്രീ ശങ്കുട്ടിദാസ്, ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാരണം നിങ്ങളാണ് രണ്ടാമത്തെ വലിയ കക്ഷി. ഇത്തവണ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി എന്നുള്ള നിലയിൽ ഭരണത്തിലെത്താനുള്ള ഒരു ചാൻസ് എന്നുകൂടി കണക്കിലെടുത്ത് ആദ്യമേ ഇറങ്ങേണ്ട ആളുകൾ നിങ്ങളായിരുന്നു. പക്ഷേ ആദ്യം കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കൂ, ആദ്യമേ ഇറങ്ങുന്നവരല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, നന്നായി ഇറങ്ങുന്നവരാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പ്രത്യേകിച്ച് ആലോചനയൊന്നും ആവശ്യമില്ലാണ്ട്, പ്രത്യേകിച്ച് സംഘടനാ സംവിധാനമൊന്നും നിലവിലില്ലാത്ത പാർട്ടികൾക്ക് കൂടിയാലോചനകളോ പല നിലകളിലുള്ള ആസൂത്രണങ്ങളോ ഒന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ലക്ഷറി ഉണ്ട്. ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിൽ നേരിട്ട് ജനങ്ങളെ കാണുന്ന പ്രവർത്തനം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ചുവരെഴുത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. കോൺഗ്രസിന്റെ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥിതി എന്താ? അവര് 2010 40 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി 2015 ആയപ്പോഴേക്കും കേവലം 15 സീറ്റുകളുള്ള ആളുകളായി. 2020 ആയപ്പോഴേക്കും കേവലം 10 സീറ്റുകളുണ്ടായി. ഉപ്പ് വെച്ച കലം പോലെ ചോർന്നു പോകുന്ന, ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേതൃത്വം ഏകോപനം ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ ക്രെഡൻഷ്യൽ എന്താണ്? ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി അവിടെ ചാവേറായി മത്സരിച്ച് സ്വയം 3ാം സ്ഥാനത്തേക്ക് വന്നിട്ട് ബി.ജെ.പിയുടെ ചാൻസ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം നിയമത്തെ ചെയ്തത്. നിയമത്തെ ഒരു ജയസാധ്യത ഇല്ലാത്ത സ്ഥലത്ത് പോയി മത്സരിച്ചു, അദ്ദേഹം 3ാം സ്ഥാനത്തായി. പക്ഷെ എന്താ, അവിടെ അദ്ദേഹം LDF ജയിപ്പിച്ചു. എന്നാൽ ആ പരീക്ഷണം എല്ലാ കാലത്തും തുടരാൻ സാധിക്കില്ല എന്നുള്ളത് തൃശ്ശൂരിലുള്ള അനുഭവം കൊണ്ട് ശ്രീ കെ മുരളീധരന് മനസ്സിലായിട്ടുണ്ടാവും. തൃശ്ശൂർ വന്ന് ഇതേ മട്ടിൽ ബി.ജെ.പിയുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചാവേറായി മത്സരിച്ച എന്താ ചെയ്തത്? അദ്ദേഹം 3ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല ബി.ജെ.പി 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇതാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഒരു ജയസാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് LDF വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചാവേറായിട്ട് ശ്രീ കെ മുരളീധരൻ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്ത് തന്നെ തുടരും. ഈ കോർപ്പറേഷന്റെ ഭരണം ബി.ജെ.പി പിടിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ, ഇടതുപക്ഷത്തിനെതിരെ ഒരു പ്രതിരോധവും നടത്താൻ ശേഷിയില്ലാതെ അവരോട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു സംവിധാനം മാത്രമാണിത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടേണ്ടി വരും. ഒന്നാമത് ഇതൊരു ഈസി ബാറ്റിൽ അല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. അവിടെ ഓരോ വോട്ടും നിർണായകമാണ്. കളത്തിൽ ഇറങ്ങാൻ സമയമായി എന്നൊരു സൂചന അതിൽ നിന്ന് വായിക്കുന്നുണ്ടോ ജയിക്ക്? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതായത് ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. ബഹുമാനിയായ ബി.ജെ.പി പ്രതിനിധി അങ്ങേക്ക് ഇക്കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയാളാണ്. അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 23, 2024, അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി 2 അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് ബി.ജെ.പിയാൽ രാഷ്ട്രീയത്തിൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറെയുമാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. കാര്യം മാത്രം ശ്രീ ജയിക്ക് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വാചകത്തിൽ ഞാൻ മറുപടി പറയാം. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നോക്കൂ, ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകൾക്കുള്ള 2024 അവാർഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് കോർപ്പറേഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ കോർപ്പറേഷനാണ്. അപ്പൊ
മൊത്തം തട്ടിപ്പാണല്ലേ? അതേപോലെ തന്നെ ക്ലെൻലിനെസിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച കോർപ്പറേഷനായിട്ട് തെരഞ്ഞെടുത്തുള്ളത് കർണാലാണ്. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ വിശാഖപട്ടണമാണ്. അത് ഉത്തരം പറ. അത് ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ 10 റാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ ഇല്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? UK പാർലമെന്റ് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വെച്ച് CPM അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് UN പാർലമെന്റിന്റെ UK പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ ഇല്ലാത്തതായിട്ടുള്ള മികവുകളും കേമത്തരങ്ങളും വ്യാജമായി ആരോപിച്ച് ആളുകളെ കബളിപ്പിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള നിങ്ങൾ ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അവസരത്തിന് കൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന്റെ നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടി എന്നുള്ള വാദം അതൊരു വ്യാജവാദമാണ്. അങ്ങനെ 1ാം റാങ്കിന്റെ ട്രോഫി വരെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ട് പ്രദർശിപ്പിച്ചതും അത് 1ാം പേജിൽ ദേശാഭിമാനി വാർത്ത കൊടുത്തതും അത് വ്യാജമാണ്. ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് വരെ നിങ്ങളത് ആവർത്തിക്കുന്നത് കള്ളത്തരമാണ്. ഇത് ജനങ്ങൾക്ക് നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നുന്നു. താൻ ഇതെടുത്തൊന്ന് ഞക്ക് നോക്കിയാ പോരെ. എടോ താൻ ഈ കോപ്പെടുത്ത് അവന്റെ വീട്ടിൽ നമ്പറിലേക്കൊന്ന് ഞെക്കാൻ.